എത്തിയിട്ടുണ്ട്. ഗുരുദേവന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലാണ് ഇവരുടെയും കല്യാണം എന്നുള്ളതാണ്. ക്ഷേത്ര മേൽശാന്തി കണ്ണൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇപ്പോൾ ഈ കല്യാണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഉടൻ തന്നെ വരൻ വധുവിന്റെ കഴുത്തിൽ അണിയേണ്ട താലിമാല എടുത്തു നൽകും. അതിനുശേഷം ഈ കാണുന്ന ആളുകൾക്കിടയിൽ സുരക്ഷിതമായി തന്നെ സന്തോഷത്തോടെ അവരുടെ ആഗ്രഹം നിറവേറും. അതിന് നിമിത്തമായി തിരുവനന്തപുരത്തെ ഈ പൂന്തുറയ്ക്കടുത്തുള്ള ക്ഷേത്രത്തിൽ ഗുരുദേവൻ സാക്ഷിയാകുന്നു എന്നുള്ളതാണ്. ഗുരുദേവന്റെ ഈ ഒരു മുന്നിൽ നിന്നാണ് മറ്റ് സംസ്ഥാനത്ത് നിന്ന് വന്ന രണ്ടുപേർ അവരുടെ ആഗ്രഹം സാധിക്കാൻ കേരളത്തിന്റെ മണ്ണിൽ എന്തുകൊണ്ട് അവർ കേരളത്തിന്റെ മണ്ണിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെങ്കിൽ വന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കല്യാണത്തിന് ശേഷം അവർ വ്യക്തമാക്കുകയും ചെയ്യും. എന്തായാലും ഇതാണ് കേരളം. നേരത്തെ എല്ലാ നേതാക്കളും പറഞ്ഞതുപോലെ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഇവിടെ ആരെയും ഭയക്കാതെ ജീവിക്കാം, അവരുടെ ആഗ്രഹം പോലെ ജീവിക്കാം, ഇവിടെ മതമില്ല എന്നുള്ള സന്ദേശം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു കല്യാണത്തിലൂടെ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ഈ വിവരം പറഞ്ഞ് തൊട്ട് അടുത്തുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയൊരു ജനക്കൂട്ടം ഇപ്പോൾ തന്നെ ഈ ശിവക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ക്ഷേത്ര ഭാരവാഹികളും ഏതാനും അടുത്ത സുഹൃത്തുക്കളും ഇവർ നേരത്തെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായിരുന്നു എത്തിയത്. ആ സിനിമയുടെ അണിയറ പ്രവർത്തകരുമാണ്, പിന്നെ മാധ്യമങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്തായാലും അവരുടെ ആഗ്രഹപ്രകാരം ഏതാണ്ട് 1-2 വർഷത്തോളമായുള്ള അവരുടെ പ്രണയ സാഫല്യമാണ് ഇപ്പോൾ സാക്ഷാത്കാരമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അവരുടെ പ്രണയം ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നു. അതിന് കേരളം നിമിത്തമാകുന്നു. തിരുവനന്തപുരത്തേക്ക് ഈ ഒരു ഗുരുദേവന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ അങ്ങനെ രണ്ടുപേർ ഒന്നിച്ച് ജീവിതം തുടങ്ങാനുള്ള വർണ്ണമാല്യം പരസ്പരം അണിയാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിന്റെ മുന്നോടിയായുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ 6 മണിക്കുള്ളിൽ തന്നെ ഇവരുടെ കല്യാണം നടത്തും എന്നുള്ളതാണ്. നേരത്തെ 5 മണിയോടുകൂടി ചടങ്ങുകൾ നടത്താം എന്നുള്ളതായിരുന്നു ആലോചന. പക്ഷെ പിന്നീട് അത് മാറ്റി 6 മണിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അമ്പലം സെക്രട്ടറി അടക്കമുള്ള ആളുകളുണ്ട്, A. റഹീമുണ്ട്. അതുപോലെ തന്നെ അത് ഭരണമാലവുമായി കണ്ണൻ പോറ്റി പുറത്തേക്ക് വരുന്നു. അവർക്ക് ഇനി ഉടൻ തന്നെ അവരുടെ സ്വപ്ന സാക്ഷാത്കാര നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവർ കേരളത്തിലേക്ക് വന്ന് അവരുടെ സുരക്ഷ, അവരുടെ ആഗ്രഹം നടക്കണമെന്നുണ്ടെങ്കിൽ, സുരക്ഷിതമായി നടക്കണമെന്നുണ്ടെങ്കിൽ കേരളം വേണം എന്നൊരു ബോധ്യമാണ് നിലവിൽ നമുക്ക് ഈ ഒരു കാഴ്ചയിലൂടെ കാണാൻ സാധിക്കുക. 2 പേർ അവർ അവരുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് എത്തുന്നു. അതിന് കേരളം ഒന്നിച്ചു നിന്നുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. കുംഭമേളയിലെ ഒരു വൈറൽ യുവതിയുടെ കല്യാണം എന്നതിലുപരി ഇതാണ് കേരളം. കേരളത്തിന്റെ എന്താണ് കേരളം എന്ന ഒരു ഫ്രെയിമിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഈ ഫ്രെയിമിലൂടെ കാണുന്നവർ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഇങ്ങനെയാണ് നമ്മുടെ കേരളം ഉള്ളത്. ഇവിടെ ആരെയും വായിലേക്ക് ബീഫ് കൊടുക്കില്ല. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിക്കാം, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്നുള്ള സന്ദേശം ഈ ഒരു കല്യാണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഉടൻ തന്നെ ഏതാണ്ട് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ള. മന്ത്രി വി ശിവൻകുട്ടി കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ശിവൻകുട്ടി മന്ത്രിയുടെയും മറ്റ് ആളുകളുടെയും മുന്നിൽ നിന്നാണ് ഈ ഒരു കല്യാണം നടക്കുക. എന്തായാലും ഉടൻ തന്നെ നേരത്തെ ഇവർ തന്നെ വാങ്ങി നൽകിയിട്ടുള്ള പൂജിച്ചിട്ടുള്ള ആ ഒരു താലിമാല അത് മൊണാലിസയുടെ വരനായിട്ടുള്ള ഫർമാൻ ഉടൻ തന്നെ മൊണാലിസയുടെ കഴുത്തിലേക്ക് അണിയും എന്നുള്ളതാണ്. പിതാവില്ലെങ്കിൽ പോലും ഇത്രയും ആളുകൾ മൊണാലിസയ്ക്കും വരനുമൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി നമ്മൾ കാണേണ്ടത്. എന്തായാലും കുടുംബത്തിന്റെ ആ ഒരു എതിർപ്പുകൾ മറികടന്നുകൊണ്ട് കേരളം ഒന്നാകെ നിന്നുകൊണ്ട് തിരുവനന്തപുരത്ത് 2 പേരുടെ കല്യാണം, 2 വ്യത്യസ്ത മതസ്ഥരുടെ കല്യാണം ഒരു അമ്പലത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അവരുടെ കല്യാണം തുടങ്ങുന്നു. ഉടൻ തന്നെ പരസ്പരം വർണ്ണമാല്യങ്ങൾ അണിഞ്ഞുകൊണ്ട് അവർ അവരുടെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഇനിതാ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വൈറൽ താരം മൊണാലിസയുടെ വിവാഹ ചടങ്ങുകളാണ് നമ്മൾ കാണുന്നത്. മലയാള മണ്ണിൽ മിന്നുകെട്ടാണ് മൊണാലിസയ്ക്ക്. പൂവാറിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കുംഭമേളയിലെ ഒറ്റ ക്ലിക്കിലൂടെ താരമായതാണ്. ഇതാ താലികെട്ടിലേക്ക് നീങ്ങുന്നു. അങ്ങനെ മൊണാലിസയും ഒപ്പം ഫർമാൻ ഖാനും, മഹാരാഷ്ട്ര സ്വദേശിയായ ഫർമാൻ ഖാനും ഇതാ താലി ചാർത്താൻ പോവുകയാണ്. പൂവാറിലെ സിനിമാ ഷൂട്ടിങ്ങിനായി എത്തിയതാണ് ഇരുവരും. ആൺ സുഹൃത്തിനുമായുള്ള വിവാഹം എതിർത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വിവാഹ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് തമ്പാനൂർ സ്റ്റേഷനിലെത്തിയത്. അപ്പോൾ മഹാരാഷ്ട്ര സ്വദേശി ഫർമാൻ ഖാനും മൊണാലിസയും വിവാഹിതരായിരിക്കുകയാണ് പൂവാറിലെ ക്ഷേത്രത്തിൽ, അരുമാനൂർ ഡൈനാർ ക്ഷേത്രത്തിൽ വെച്ച്.
ഇരുവരെയും ആശീർവദിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, A റഹീം MP, മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് താലികെട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. കേരളീയ ആചാരപ്രകാരം വിവാഹിതരാവുകയാണ് ഇരുവരും. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കേരളത്തിൽ അഭയം തേടിയ ഒരു പെൺകുട്ടിക്ക് അവരുടെ ഇഷ്ടപ്രകാരമുള്ള വിവാഹം കഴിക്കുന്നതിന് കൂടി വേദിയാകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെ പറഞ്ഞതുപോലെ റിയൽ കേരള സ്റ്റോറിയായി മാറുകയാണ്. മൊണാലിസയുടെ കുടുംബം എതിർത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി അവർ പോലീസിൽ അഭയം തേടിയത്. ഇരുവരും മരണമാല്യം കൂടി അണിയുകയാണ്. താലികെട്ടും മാല ചാർത്തലും കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ഇരുവരെയും സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷത്തെ ഇത്ര വലിയ ഒരു മാധ്യമ സാന്നിധ്യമൊന്നും അവർ പ്രതീക്ഷിച്ചു കാണില്ല. എങ്കിലും കേരളത്തിൽ അഭയം തേടി എത്തിയ ഒരു പെൺകുട്ടി, ഒരു വൈറൽ താരം വിവാഹിതയാകുമ്പോൾ എല്ലാവരും അവരെ ആശീർവദിക്കാൻ കൂടി എത്തുകയാണ്. ഏതായാലും വിവാഹ ചടങ്ങുകൾ പൂർത്തിയാകുന്നു. മലയാള മണ്ണിൽ മിന്നുകെട്ടിയിരിക്കുകയാണ് അങ്ങനെ മൊണാലിസ. അശ്വിൻ ഡിയാഗോയാണ് ചേരുന്നത്. അശ്വിൻ, ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി ഇരുവരും മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്ന് കൂടി അറിയണം. ഏതായാലും സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായും അവർ അവരുടെ ആഗ്രഹപ്രകാരം ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ കല്യാണത്തിന് ശേഷം ഈ ഗുരുദേവന്റെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും വലം വയ്ക്കുകയാണ് ഈ വരന്മാർ എന്നുള്ളതാണ്. ഇതിനുശേഷം ഇവർ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നുള്ളതാണ്. ഇവിടെ ആർക്കും സുരക്ഷിതമായി സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അത് തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് എന്നുള്ളതാണ്. രണ്ടുപേർ അവരുടെ ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തിരുവനന്തപുരത്തേക്ക്, കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ എത്തിയ അവർക്ക് സുരക്ഷിതമായി തന്നെ കല്യാണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നതും അവരുടെ ആഗ്രഹം പോലെ അവർ ഒന്നിച്ചതും നമ്മൾ ഇരുവരും വിവാഹിതരായിരിക്കുന്നു. മിന്നുകെട്ട് പൂർത്തിയായിരിക്കുന്നു. മരണമാല്യവും ചാർത്തിയിരിക്കുന്നു ഇരുവരും എന്നതാണ്. അങ്ങനെ കേരളം അഭയം നൽകുകയാണ് പെൺകുട്ടിക്ക്. അവരുടെ ഇഷ്ടപ്രകാരം വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കും.